ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രഭാവതിയോടും അമൃതയോടും മുത്തശ്ശി ഇരുന്ന് തമ്പിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പാതിരാത്രി അവനെന്തിനാ കയറി വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഭാര്യയെ പിന്നെ നമുക്കൊരു ആശ്വാസത്തിന് വേണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയതാണെന്ന് കരുതാം. അപ്പോഴത്തേക്ക് അപർണ വന്നു. ഇവരുടെ സംസാരം കേട്ട് മുറുക്കി പുറത്ത് വന്ന് ഒളിച്ച് കേൾക്കുക. അപ്പോൾ ഭാര്യ ഇവിടെ നമുക്കൊരു ആശ്വാസത്തിന് നിർത്തിയിട്ട് പോയതാണെന്നാണ് ഞാൻ കരുതിയത്. രാത്രിയായപ്പോൾ അതേ വന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊരു മരണം നടന്ന വീടല്ലേ, ചടങ്ങ് തീരുന്നത് വരെ ബന്ധുക്കൾ വന്നും പോയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ അമൃത പറയുക. അയാൾ അവിടെ നിൽക്കുന്നതിൽ മുത്തശ്ശി എന്തിനാ ഇത്ര രോക്ഷം കൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അപർണയ്ക്ക് ഭയങ്കര ദേഷ്യം. തമ്പി ശരിക്കും ആരാണെന്ന് നിനക്ക് അറിയാത്തത് കൊണ്ടാ അമൃതേ എന്ന് മുത്തശ്ശി പറയുന്നു. സൂചി വെക്കാൻ സ്ഥലമുള്ളടുത്ത് തൂമ്പ കയറ്റുന്നവനാ തമ്പി എന്ന് പറയുന്നു. അച്ഛനെ പറ്റി പറയുന്നത് കേട്ടപ്പോൾ മോക്ക് സഹിക്കുന്നില്ല. ചെവി ഇങ്ങനെ കാതോർത്ത് നിൽക്കുക, വെച്ചു കൊടുക്കുക ചെവി. അപ്പം തമ്പി ഇവിടെ നിൽക്കുന്നത് മനസ്സിലെന്തൊക്കെയോ പ്ലാനുകൾ വെച്ചിട്ട് തന്നെയാണെന്ന കാര്യം മുത്തശ്ശി പറയുന്നു. അപ്പം അങ്ങേർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അമ്മ ഈ പറയുന്നതെന്ന് പ്രഭാവതി അന്നേരം ചോദിച്ചു. ഇവിടെയുള്ള സ്വത്തുക്കളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ തമ്പിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നല്ലേ നീ ചോദിച്ചത്? അവന് കഴിയാത്തതായിട്ടേ ഒന്നുമില്ല. ജയിലിൽ വരെ കിടന്നവനാ തമ്പി എന്ന കാര്യമൊക്കെ പറയുമ്പോൾ മുകൾക്കങ്ങോട്ട് കലിപ്പാ തള്ളയോട്. പിന്നെ മുത്തശ്ശിക്ക് അയാളെ ഇഷ്ടമല്ല, അതങ്ങ് പറഞ്ഞാൽ പോരെന്ന് അമൃത എന്തായാലും ചോദിച്ചു. പിന്നെന്തായാലും ഇപ്പോൾ പഴയ കഥകളൊക്കെ പറയാൻ നിൽക്കുന്ന ബന്ധുത്വം പറഞ്ഞ് ഇവിടെ നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഇറങ്ങിപ്പോകാൻ പറ്റുമോ എന്ന് അമൃത ചോദിച്ചപ്പം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഭർത്താവും ഭാര്യയും ഇവിടെ ഒന്ന് കിടക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് മുത്തശ്ശി പറയാം. പ്രഭാവതിക്കൊക്കെ ഇതങ്ങോട്ട് ഇറിറ്റേഷനായി തുടങ്ങി. ഇനി അഥവാ വസുന്ധര ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് തെറ്റു പറയാനൊന്നും പറ്റില്ല. മകൾക്ക് കൂട്ടായിട്ട് നിന്നെന്ന് പറയാം, ശരി സമ്മതിക്കാം. പക്ഷേ തമ്പി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? തമ്പിക്ക് സ്വന്തം വീട്ടിൽ പോയി നിന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യം അപർണയ്ക്ക്. ഇടിച്ചു കയറി ചെല്ലാൻ അപർണയ്ക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അപർണ അവിടെ നിന്ന് കേൾക്കുക, ഇതൊന്നും അല്ല. സാധാ സമയം മുറിക്കകത്തിരിക്കുന്ന നിങ്ങൾ ഇതൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല എന്ന കാര്യവും മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇവർക്ക്. തമ്പിക്ക് എന്തൊക്കെയോ ഗൂഢ ഉദ്ദേശങ്ങളുണ്ടെന്ന് എനിക്ക് ഉറപ്പാണെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മുത്തശ്ശി പറയണം. അപർണ നിന്ന് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയില്ലേ. അമലിനോട് പറഞ്ഞ് തമ്പിയെ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിലേ ഇനിയുള്ള കാലം തമ്പിയുടെയും ഭാര്യയുടെയും താമസം അത് ഇവിടെ തന്നെ ആകുമെന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ മുത്തശ്ശി പറയുക. ഒടുവിൽ ഒട്ടകത്തിന് തലവയ്ക്കാൻ ഇടം കൊടുത്തതുപോലെ ആകും ഹളകാപുരിയിലെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ ഇവരെ ഉപദേശിക്കുക. അപർണയ്ക്കാണെങ്കിൽ രക്തം തിളച്ചിങ്ങനെ നിൽക്കുക. മോളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള നീക്കവാ തമ്പിയുടേത്. പ്രഭേ, നമ്മൾക്ക് ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് ഈ വീടാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ അപർണ കാരണം ഇപ്പം തന്നെ ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായത് അറിയാവുന്നല്ലേന്ന് ചോദിച്ചു. പിന്നെ ഇവിടെ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി തമ്പിയും മോളും ബാക്കിയുള്ളവരെയും തമ്മിൽ തല്ലിക്കൂന്നുള്ള കാര്യം ഉറപ്പാ. അച്ഛനും മോളും ചേർന്നുള്ള ഒത്തുകളിയാ ഇത്. അല്ലെങ്കിൽ അവരെ പിടിച്ചിവിടെ നിർത്തുവോ എന്നൊക്കെ മുത്തശ്ശി ചോദിച്ചപ്പോൾ ഇതെല്ലാം കേട്ട് ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ, ഇവരെ വെച്ചു പൊർപ്പിച്ചുകൂടാന്ന് അപർണ മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പം മുത്തശ്ശി ആയിരുന്നല്ലോ അപർണയെ ഈ വീട്ടിൽ ആദ്യത്തെ മരുമകളാണെന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ച് കൂടെ കൊണ്ട് നടന്നത്. എന്തേ ഇപ്പോൾ ഒരു മനമാറ്റം ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ മനസ്സിലുള്ളത് ശരിക്കും എന്താണെന്ന് അന്ന് ഞാൻ അറിഞ്ഞിരുന്നോ? ഇല്ല, ഇപ്പം ഞാൻ അറിഞ്ഞു. അവൾക്കൊപ്പം നിന്ന് ഈ കുടുംബത്തിലെ സമാധാനം മുഴുവനും നശിപ്പിച്ച ഒരാളും മുത്തശ്ശി മാത്രമാണ്. അഭിയേട്ടനെയും ജാനിയടുത്തെയും ദ്രോഹിക്കുമ്പോൾ മുത്തശ്ശി ഈ വീടിൻ്റെ അടിത്തറയാണ് തോണ്ടുന്നതെന്ന് അറിഞ്ഞില്ലായിരുന്നു എന്ന് അമൃത ചോദിച്ചു. അപർണയെ മുന്നിൽ നിർത്തി എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പം മലക്കം അറിയാനൊന്നും നിൽക്കണ്ടെന്നും അമൃത ഇങ്ങനെ പറയുക. ഇതെല്ലാം പുറത്തു നിന്നവൾ കേൾക്കുക കേട്ടോ. ഇപ്പം അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണത്തിന് മുത്തശ്ശിക്ക് നല്ല പങ്കുണ്ടെന്ന കാര്യവും നമ്മുടെ അമൃത പറയുമ്പോൾ എന്തും പറയാമോ നായോടി എന്നും ചോദിച്ചു മുത്തശ്ശി ദേഷ്യപ്പെട്ടു. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ അത് പ്രഭയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അടിയെന്നും പറഞ്ഞു മുത്തശ്ശി ഒരു ഡയലോഗ്, അല്ലാതെ എനിക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഞാൻ ഇത്രയ്ക്കൊക്കെ ചെയ്തത് കൊണ്ടാ എല്ലാവർക്കും ഇപ്പം കിട്ടാനുള്ളതൊക്കെ കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ എല്ലാം സൂര്യയുടെ മോനും അവൻ്റെ പെണ്ണുമ്പുള്ളയും കൊണ്ടുപോയേനെന്നും പറഞ്ഞു. അതൊക്കെ മുത്തശ്ശിയുടെ വെറും തോന്നലും മാത്രമാണെന്ന് അമൃത അന്നേരം പറഞ്ഞു. അപ്പോൾ ഒന്ന് നിർത്തുന്നുണ്ടോ? രണ്ടുപേരും എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോകാവോ? എനിക്ക് ഇപ്പോഴെങ്കിലും കുറച്ച് സ്വസ്ഥത വേണമെന്ന് പ്രഭാവതി പറഞ്ഞപ്പോഴത്തേക്ക് അപർണ അവിടുന്ന് ജീവനും കൊണ്ട് ഓടി. അവർ മുറിയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. പ്രഭാവതി ഇരുന്ന് കരയുവാണ്. ഈ ലോകത്തിലെ നഷ്ടം പ്രഭാവതിക്കാണല്ലോ. ഇപ്പോഴാണ് പ്രഭാവതി അത് തിരിച്ചറിയുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ തമ്പിയാണ് കാണിക്കുന്നത്. തമ്പി ഇങ്ങനെ നമ്മുടെ സൂര്യയുടെ ഫോട്ടോയുടെ മുന്നിൽ ഒരു ഗ്ലാസും ഒരു കുപ്പിയൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും ഭാര്യ അങ്ങോട്ടേക്ക് വന്നു. നിങ്ങൾ എന്ത് തോന്നിയവാസമായി കാണിക്കുന്നതെന്ന് ചോദിച്ചു. എടി നീ എന്തീ പറയുന്നേ? ഇത് കണ്ടിട്ട് ഇതുവരെയും നിനക്ക് ഇതിൻ്റെ നന്മ മനസ്സിലായില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, പോയി ഒരു കുപ്പി വെള്ളം ഒരു ഗ്ലാസ് ഒക്കെ ഇങ്ങ് കൊണ്ടുവന്നേ.
തോട്ട് നോക്കാൻ അച്ചാർ മാത്രമേ കാണുള്ളൂ എന്ന് എനിക്കറിയാം. തൽക്കാലം ഇന്നത്തെ ദിവസം ഞാൻ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം, ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഭാര്യ പറഞ്ഞു വിടാൻ നോക്കുക പുള്ളിക്കാരൻ. ഇവിടെ ഇരുന്ന് കഴിക്കാൻ നിങ്ങളെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പം, എടി നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കൂട്ടും, പൊടി പോയി വെള്ളം ഗ്ലാസ് എടുത്തോണ്ട് വാടി എന്നും പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാട്ടോ അങ്ങോട്ടേക്ക് അപർണ ഇറങ്ങി വരുന്നത്. എന്താടി ഞാൻ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുവാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തമ്പി ഭാര്യയോട് വഴക്ക് പറയുമ്പോൾ മകളെ കണ്ടപ്പോൾ, മോളെ നീ ഒന്ന് പറ, ഈ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നതിന് അപമാനം ഉണ്ടാക്കാൻ പോകുന്നത് നിനക്കാണെന്ന് അമ്മ മോളോട് പറയുമ്പോൾ കൂടുതൽ വാചകം അടിക്കുന്നത് പോയി ഗ്ലാസ് എടുത്തോണ്ട് വാടി എന്ന് പറഞ്ഞ് തമ്പി. അപർണ അന്നേരം അടുക്കളയിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് മുറിയിൽ ഞാൻ എത്തിച്ചു തരാം, നിങ്ങളൊന്ന് പറയുന്നത് കേൾക്കാൻ പറഞ്ഞു. എടി ഒളിച്ചിരുന്ന് രണ്ടെണ്ണം കഴിക്കാൻ എന്ത് കാര്യമടി എനിക്കുള്ളത്? എടി ഞാൻ എൻ്റെ വീട്ടിലിരുന്നല്ലേടി ഇതുപോലെ കഴിക്കുന്നതെന്നൊക്കെ തമ്പി ചോദിക്കുവാണ് ഭാര്യയോട്. എടി തമ്പി കഴിക്കുന്നതേ ആംബിയൻസ് നോക്കിയാ, അല്ലാതെ ലഹരിക്ക് വേണ്ടി മാത്രമൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞ് തമ്പി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എടി ഇതുപോലുള്ളൊരു ആംബിയൻസ് വേറെ എവിടെ കിട്ടാനാടി? കണ്ടില്ലേ ചുമരിലൊരുത്തിന് ഇളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവൻ്റെ മുന്നിൽ ഇരുന്ന് തന്നെ എനിക്ക് അടിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മകള് ഗ്ലാസും വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും അച്ഛന്. എടി കണ്ടോടി ഇവളെ എൻ്റെ മോളാടി എന്ന് പറയും. അപ്പം നിനക്കതൊരു ഭ്രാന്താണെന്ന് ചോദിച്ചാൽ അമ്മ, ഒരു മരണം നടന്ന വീടായതെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഇഷ്ടം പോലെ ചെയ്യും, ഇവിടെ ആരാ ചോദിക്കാൻ വരുന്നതെന്ന് എനിക്കിത് കാണണമല്ലോ എന്ന് അപർണ. അതാണെന്നും പറഞ്ഞ് തമ്പി. എടി മോളെ, മരണത്തിനും കല്യാണത്തിനും ആടി കൂടുതൽ കുപ്പികളൊക്കെ പൊട്ടുന്നത് നിനക്കറിയാവോ? ഇവിടെയുള്ള പിള്ളേർ മണകുണാഞ്ചന്മാരായത് എൻ്റെ കുറ്റമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ തമ്പി പറയുമ്പോൾ മോളിങ്ങനെ ചിരിക്കാം. ദൈവമേ, ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാ അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? രാത്രി അച്ഛൻ 2 പെഗ് കഴിക്കാറുള്ളതല്ലേ, അതെവിടെയായാലും അച്ഛൻ കഴിക്കും. അച്ഛന് വേണ്ടിയിട്ടല്ലല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നത്, ആണോ? അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കടി മോളെ നീയം. ഇത്രയും കാലം എൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചിട്ട് ഇവൾക്ക് എന്നെ മനസ്സിലായില്ലെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജാനകി ഇത് കണ്ടുകൊണ്ട് വരുന്നത്. ജാനകി ഇത് കണ്ടപ്പോഴത്തേക്കും സഹിച്ചില്ല, ഇറങ്ങി വന്നു. നിങ്ങൾ എന്തീ കാണിക്കുന്നതെന്ന് ചോദിച്ചു ജാനകി. അപ്പോൾ നീ എന്താടി അങ്ങനെ ചോദിച്ചത്? ഓ, നിന്റെ ഭർത്താവിന് കൂട്ടാത്തത് കൊണ്ടാണോ എന്ന് തമ്പി ജാനകിയോട് അന്നേരം ചോദിക്കാം. നീ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വാ, എനിക്ക് ഈ കാര്യത്തിൽ വലിപ്പച്ചെറുപ്പൊന്നുമില്ല, നീ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വാ എന്നും പറഞ്ഞ് തമ്പി ഇങ്ങനെ പറയുമ്പോൾ, നിങ്ങൾക്ക് കുടിച്ച് കൂത്താടാനുള്ള സ്ഥലമല്ല ഇതെടുത്ത് ഇപ്പം തന്നെ നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകണമെന്ന് ജാനകി തമ്പിയോട് പറഞ്ഞപ്പം, എൻ്റെ അച്ഛനോട് പറയാൻ നിനക്കാരാടി അധികാരം തന്നത് എന്ന് അപർണ ചോദിക്കുവാണ് ജാനകിയോട്. നിന്നെപ്പോലെ തന്നെ ഞാനും ഈ വീട്ടിലെ മരുമകൾ തന്നെയാണെന്നും ജാനകിയോട് അപർണ പറയുക കേട്ടോ. എടി നിന്നെപ്പോലെ എന്ന് പറയല്ലേടി മോളെ നീ നല്ല കുടുംബത്തിൽ നല്ല അന്തസ്സുള്ള അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ സന്തതിയാ. ഇവളെങ്ങനെയാടി തള്ള ഏത് തരക്കാരിയാണെന്നൊക്കെ ആർക്കറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ നമ്മുടെ ജാനകി അപമാനിക്കുക കേട്ടോ. അപ്പോഴാണ് അഭി മുകളിൽ നിന്ന് വരുന്നതും ഇത് കേൾക്കുന്നതും. അഭി ഇവൻ ഈ പരിഹസിക്കുന്ന മുഴുവൻ കേൾക്കുക. ജന്മം കൊടുത്തവനല്ല തന്ത എന്നിവള് നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനു തന്തയെ അന്വേഷിക്കണം? അവൾക്ക് തന്നെ അറിയാം, പ്രസവിച്ച് കളഞ്ഞവൾക്ക് പോലും ശരിക്കുള്ള തന്ത ആരാണെന്ന് അറിയില്ല എന്നുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇവൻ നിന്ന് അപമാനിച്ചുകൊണ്ടേ ഇരിക്കുക ജാനകി. ആ സമയത്ത് നിങ്ങൾ കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീയല്ലേ എന്ന് ഭാര്യയോട് ചോദിച്ചു. അച്ഛൻ മരിച്ച ചടങ്ങുകൾ പോലും കഴിഞ്ഞിട്ടില്ല, കുടുംബക്കാർക്ക് ചേർന്നതാണോ നിങ്ങളുടെ ഭർത്താവ് അച്ഛൻ്റെ ഫോട്ടോയിലിരുന്ന് ചെയ്യുന്നതെന്ന് ജാനകി ചോദിക്കുമ്പോൾ, ജാനകി നീ എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു പുള്ളിക്കാരി. എടി നീ ഈ പറഞ്ഞ അച്ഛൻ, ഈ പടമായിട്ടിരിക്കുന്ന ഈ സൂര്യനാരായണൻ, ഇവൻ ചെയ്തു കൂട്ടിയ വൃത്തികേടുകളൊന്നും തമ്പി ചെയ്തിട്ടില്ലടി. അബി ഇതെല്ലാം കേട്ട് കടിച്ച് പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എടി നിന്റെ ഭർത്താവ് എങ്ങനെയാണ് ജന്മം കൊണ്ടതെന്ന് നിനക്കറിയാവോടി എന്ന് ജാനകിയോട് ഇയാൾ ചോദിക്കാം. അഭി കടിച്ച് പിടിച്ച് മടുത്തു. എവിടെ നിന്നോ ഒരു ചോര കുഞ്ഞിനെയും തൊണി പൊതിഞ്ഞ് കക്ഷത്തിൽ വെച്ചോണ്ട് സൂര്യനാരായണൻ നേരെ ഇങ്ങോട്ടേക്ക് പോരുകല്ലായിരുന്നു എന്ന് ചോദിച്ചു. മണ്ടിയായ പ്രഭ അതിനെ കൈയേക്കുകയും ചെയ്തു. അപർണ ഇതൊക്കെ കണ്ടു നിന്നങ്ങ് ചിരിക്കുവാണ്. അപ്പോൾ വിശ്വേട്ടാ ദയവ് ചെയ്ത് നിർത്താൻ പറഞ്ഞ് കുപ്പിയിൽ തൊടുമ്പോൾ വെക്കടി പൊടി എന്ന് പറഞ്ഞ് ഭാര്യ അവിടെ നിന്ന് ഓടിച്ചു വിടുക. പാവ അത് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ. ആ കുഞ്ഞിൻ്റെ അമ്മയെപ്പറ്റി സൂര്യനാരായണൻ പറഞ്ഞ കഥയല്ലേടി ഇവിടെയുള്ളവർക്ക് അറിയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ജാനകി ഇങ്ങനെ അപമാനിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇവൻ. അഭിയാണെങ്കിൽ കൈ ഇങ്ങനെ ഇറുക്കി പിടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ എടി ഒരു പെണ്ണിനെ പഴിപ്പിച്ച അവൾക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ച സൂര്യനാരായണനേക്കാളും മേലെയാടി പടുനിലത്ത് വിശ്വനാഥൻ തമ്പി എന്നും പറഞ്ഞ് തമ്പി നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സൂര്യനാരായണൻ ചെയ്ത ചതിയൊന്നും തമ്പി ഇതുവരെ ചെയ്തിട്ടില്ലടി എന്നൊക്കെ പറഞ്ഞുള്ള നാക്കൊക്കെ അങ്ങ് ഇറക്കണത് കേട്ടിട്ട് നമ്മുടെ ജാനകി അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കാം. അവളുടെ അച്ഛൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടവളോ വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് തമ്പി ഭയങ്കര ഡയലോഗാ. എടി തന്തിയും തള്ളിയും ആരാണെന്ന് അറിയാത്ത നിനക്ക് മാത്രമേ സൂര്യനാരായണൻ വലിയ മഹാനായിട്ടുള്ളൂ, അത് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. ഇതൊക്കെ കേട്ട അഭിമേളിൽ നിൽക്കുന്നത് ഈ പൊട്ടൻ അറിയുന്നില്ല. തമ്പിക്ക് മുകളിലേ ഇവൻ്റെ മുന്നിൽ
മുഖം വികൃതമാണ്, മണ്ണടിഞ്ഞാലും ഇവൻ ചെയ്ത പാപക്കറ മാറിലടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ നിന്ന് കുടിക്കും. കുടുംബത്തിൽ പറക്കാത്തവള് എന്നെ പറയാൻ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ജാനകി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയപ്പോൾ അപ്പനും മോളും കൂടെ ഹ ഹ ഹ ഹ ഹ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുക. അങ്ങനെ രണ്ടും കൂടെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ അഭി മോളിൽ നിന്ന് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയും ജാനകിയെ പറ്റിയും തമ്പിയുടെ കുഞ്ഞാണ് ജാനകി എന്നുള്ള കാര്യത്തെ പറ്റിയും എല്ലാം അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതെല്ലാം നമ്മുടെ അഭി ഒരു സെക്കൻഡ് അവിടെ നിന്ന് ആലോചിച്ചു, ചിന്തിച്ചു. അതിനുശേഷം ജാനകിയുടെ അമ്മയെ എനിക്ക് കണ്ടെത്തണം, ആ സ്ത്രീയെ ഇയാളുടെ മുന്നിൽ കൊണ്ടുവന്ന് എനിക്ക് നിർത്തണം, അതായിരിക്കണം തമ്പിക്ക് കൊടുക്കേണ്ട മുഖടച്ചിട്ടുള്ള അടി എന്ന് നമ്മുടെ അഭി അങ്ങ് തീരുമാനിക്കുക. അച്ഛനും മോളും കൂടെ അവസാനത്തെ ചിരി എന്നുള്ള രീതിയിൽ കട്ടഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാവിലെ നമ്മുടെ സക്കീർ ഹുസൈൻ വക്കീലിനെ കണ്ടു അബി. അപ്പോൾ അബിയോട് ചോദിച്ചു, അബി എന്തിനു എന്നെ വിളിച്ചേ, കാണുമെന്ന് പറഞ്ഞു, എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ, ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ എന്ന് അദ്ദേഹം ചോദിക്കാം. അപ്പം അങ്ങനെ അദ്ദേഹം ചോദിച്ചപ്പോൾ അച്ഛൻ്റെ ചടങ്ങ് പോലും കഴിയാതെ സക്കീർ ഭായിയെ പുറത്തു വെച്ച് ഞാൻ കാണാൻ ഓടി വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു വ്യക്തമായ കാരണം ഉണ്ടാകില്ലേ സക്കീർ ഭായി എന്ന് ചോദിച്ചു. അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്നിങ്ങനെ പറയുമ്പോൾ ജാനകിയുടെ അമ്മയെ പറ്റി സക്കീർ ഭായിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറയണം എന്ന് നമ്മുടെ അഭി പറയുന്നു. വേണ്ട, അറിയില്ല, കേട്ടില്ല എന്നൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയാം അവരെവിടെ ഉണ്ടെന്നുള്ളത്, സക്കീർ ഭായിക്ക് അറിയാമെന്നുള്ളത് എന്ന് നമ്മുടെ അഭി പറയുമ്പോൾ ഭായി ഇങ്ങനെ നിൽക്കുക. നിങ്ങളിൽ നിന്ന് മാത്രമേ എനിക്ക് അറിയാനും കേൾക്കാനും കഴിയുകയുള്ളൂ എന്ന കാര്യങ്ങളും പറയും കേട്ടോ അഭി. ഇനി അച്ഛൻ്റെ അനുവാദമില്ല നിങ്ങൾ വാ തുറക്കില്ലെങ്കിൽ ഇതുകൂടി നിങ്ങൾ കേട്ടോളാൻ പറഞ്ഞു. മരിക്കുന്നതിന് മുൻപ് ജാനകിയുടെ അമ്മയെപ്പറ്റി എല്ലാം അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നുവെന്നും അവളുടെ അമ്മ ആരാണെന്നും ആ സാധു സ്ത്രീയെ മൃഗീയമായി നശിപ്പിച്ച നെറുകെട്ടവനെ പറ്റിയും അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു എന്ന കാര്യങ്ങളും അഭി വക്കീലിനോട് പറയാം. വക്കീൽ അന്തം വിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുക. അപ്പം നിങ്ങൾക്കറിയാം അതാരാണെന്നും എന്താണെന്നും. തമ്പി അയാളല്ലേ അതെന്ന് പറഞ്ഞപ്പോൾ വക്കീൽ അന്തം വിട്ടു. അച്ഛൻ പറഞ്ഞു. അപ്പം ശരിയാണെന്ന് മനസ്സിലായി. അച്ഛൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ജാനകിയുടെ അമ്മ എവിടെയുണ്ടെന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു. അപ്പോൾ പിറ്റേന്ന് പറയാമെന്നും പറഞ്ഞ് അച്ഛൻ എന്നെ മടക്കി അയക്കുകയാണ് ചെയ്തതെന്നൊക്കെ കാര്യം പറഞ്ഞ് അച്ഛനോടൊപ്പം ആ രഹസ്യം ചാരമാവുകയും ചെയ്തു എന്നുള്ള കാര്യവും പറയുക കേട്ടോ അഭി. പക്ഷെ എല്ലാം അറിയാവുന്ന നിങ്ങൾക്ക് അതും അറിയാമെന്ന് എനിക്ക് അറിയാമെന്നും നമ്മുടെ അഭി ഇങ്ങനെ വക്കീലിനോട് പറയുക. സക്കീർ ഭായ് മടിക്കാതെ ആ സ്ത്രീ എവിടെയുണ്ടെന്ന് ഒന്ന് എന്നോട് പറയാൻ പറഞ്ഞു. വക്കീൽ ആകെ ധർമ്മസങ്കടത്തിലായി. ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുക. ജാനകിക്ക് ഞാൻ അവളുടെ അമ്മയെങ്കിലും ഒന്ന് കൊടുക്കട്ടെ എന്നിങ്ങനെ അഭി പറഞ്ഞിട്ട് അവളെ അനാഥയെന്ന് വിളിച്ചു പരിഹസിക്കുന്ന തമ്പിയോട് പകരം വീട്ടാൻ കണക്ക് തീർക്കാൻ എനിക്ക് അവരെ കണ്ടെത്തിയേ പറ്റൂ എന്ന് തറപ്പിച്ചു പറയുമ്പോഴും അദ്ദേഹം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. ഞാൻ പറയുന്നത് അഭി വിശ്വസിച്ചേ തീരൂ. എല്ലാം സൂര്യ സാറ് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. ജാനകിയുടെ അമ്മയെ തിരഞ്ഞ് സൂര്യ സാറ് പലയിടത്തും എന്നെ അയച്ചിട്ടുണ്ട്. അവരെവിടെയുണ്ടെന്ന് ഒരു വിവരവും ഇന്ന് വരെ കിട്ടിയിട്ടില്ല. മാനസിക വിഭ്രാന്തി പിടിപെട്ട അവർ വല്ല ആക്സിഡൻറ്റിലും മരണപ്പെട്ടത് കാണുമെന്നുള്ള ഒരു നിഗമനത്തിൽ അന്വേഷണം അവസാനിപ്പിക്കുകയാണ് അന്നുണ്ടായതെന്ന കാര്യം ഇങ്ങനെ ഇദ്ദേഹം പറയുക. പിന്നെ അവരെപ്പറ്റി ഒരു വിവരവും എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. സൂര്യ സാർ എന്നോടൊന്നും പറഞ്ഞിട്ടും ഇല്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇത് 100% സത്യമാണെന്നുള്ള കാര്യം വക്കീൽ പറയുമ്പോൾ ഏതോ ഒരു ഫയലിൽ അവരെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ഉണ്ടെന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞതെന്നും അഭി പറഞ്ഞു. രാവിലെ അത് കണ്ടെത്തി തരാമെന്നും പറഞ്ഞാണ് അച്ഛൻ എന്നെ മടക്കി അയച്ചിരുന്നത്. അപ്പോൾ സൂര്യ സാർ അത് കണ്ടെത്തിയോ എന്നൊന്നും എനിക്ക് അറിയില്ല. അഭിയോട് സൂര്യ സാർ ആ ഫയലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലുണ്ടാവില്ലേ എന്ന് ചോദിച്ചു. അച്ഛൻ്റെ റൂം മുഴുവനും ഞാൻ പരതിയതാ. അങ്ങനെ ഒരു ഫയൽ അവിടെ ഇല്ല എന്ന കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ വെറുതെ ഒന്നും പറഞ്ഞതല്ല. ഞാൻ അനാഥയെന്ന് വിളിച്ച് ജാനകിയെ കളിയാക്കുന്ന തമ്പിയും മകളെയും കണ്ട് സഹിക്കാൻ മേലാത്തത് കൊണ്ട് എടുത്തൊരു തീരുമാനമാണിത്. അച്ഛൻ എന്നോട് പറഞ്ഞതിൻ്റെ ബാക്കി എനിക്ക് നോക്കിയേ പറ്റൂ. എനിക്കാണെങ്കിൽ ജാനകിയോട് അതിനെപ്പറ്റി പറയാനും കഴിയുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ അഭി സമാധാനത്തോടെ വീട്ടിലേക്ക് ചെല്ല്, ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമുക്ക് അന്വേഷണം തുടങ്ങാമെന്ന് വക്കീൽ ഈ അഭിക്ക് വാക്ക് കൊടുക്കുക. സൂര്യ സാറ് വെറുതെ ഒന്നും കയറി പറയുന്ന ആളല്ല. ആ പറഞ്ഞതിൽ സത്യം ഉണ്ടാകും എന്നും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കേട്ടോ അഭിയോട്. തൽക്കാലം ജാനകിയോട് ഇത് പറയാൻ നിൽക്കണ്ട എന്നും പറഞ്ഞു. അങ്ങനെ തമ്പിയെ വകവരുത്താൻ ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തെ അത് വല്ലാണ്ട് കയറി ബാധിക്കും. അമ്മ എന്നത് ഏറ്റവും വലിയ വികാരമാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു. ഇന്ന് വരെ അമ്മയെന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ പിന്നെ അതിനെപ്പറ്റി പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്നും അഭിയോട് നമ്മുടെ വക്കീൽ ചോദിക്കപ്പോൾ അഭി ഇങ്ങനെ നിന്ന് ആലോചിക്കുക ശരിയാണതെന്നുള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് തമ്പി ഇങ്ങനെ വീട്ടിലിരിക്കുക, അതായത് അളകാപുരിയിൽ. അപർണമകളും
അപ്പുറം ഇരിപ്പുണ്ട്. അങ്ങനെ അച്ഛനും മോളും കൂടെ അവിടെ ഇങ്ങനെ കാലുമേ കാലും കയറ്റി ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. അതും ജാനകിയും തമ്പിയുടെ ഭാര്യയും കൂടിയാണ് വരുന്നത്. അവരങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ കുറച്ചുകൂടി ധൈര്യമായിട്ട് കുറച്ചുകൂടി സ്ഥാനമൊക്കെ ഉറപ്പിച്ചിരിക്കുന്നത് പോലെ ഇരിക്കും കേട്ടോ തമ്പി. അപർണയ്ക്ക് ഒരു മാറ്റമില്ല, അപർണ ഇങ്ങനെ തന്നെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ജാനകി ഇങ്ങനെ തമ്പിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതിനാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്ന് ജാനകിയോട് തമ്പി പറയുമ്പോൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല എന്ന് ജാനകി ഇയാളോട് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അതെൻ്റെ ഭർത്താവിനോട് നിങ്ങൾ പോയി പറഞ്ഞാൽ മതിയെന്നും നമ്മുടെ ജാനകി ഇയാളോട് പറയുമ്പോൾ അച്ഛനും മോളും കൂടി ഇങ്ങനെ നോക്കുക. ജാനകി എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ, നിൽക്ക്, നിന്റെ ഭർത്താവെന്ന് പറയുന്നവൻ സദാസമയം മുറി അടച്ച് അകത്ത് കയറിയെന്ന് ഞാൻ പിന്നെ ആരോട് പോയി പറയാൻ അടിയെന്ന് ചോദിച്ചു. എനിക്ക് പറയാനുള്ളത് നീ കേട്ടിട്ട് പോയാൽ മതി എന്ന് തമ്പി ഇങ്ങനെ തർപ്പിച്ച് പറയുന്നു. എൻ്റെ മോളെ ഞാൻ ഈ കുടുംബത്തിലേക്ക് കെട്ടിച്ചയച്ചത് അവൾക്ക് നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാകണമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണെന്നും, പക്ഷെ കാര്യങ്ങൾ ഇതേ ഇപ്പോഴത്തെ പോക്ക് അങ്ങനെയല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ പറഞ്ഞു. അപർണ ഇങ്ങനെ നോക്കി നിൽക്കുക ജാനകിയെ. ഉണ്ണിത്താൻ വക്കീലിനും ഇതേ ആശങ്ക തന്നെയാണുള്ളത്. മക്കളെ കെട്ടിച്ചു വിട്ടിട്ട് അവർക്ക് കിടക്കാൻ വാടക വീട് തേടി പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നെത്തി നിൽക്കുന്നത്. അതിൻ്റെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിനക്ക് അതിന് കുടുംബമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. സൂര്യയുടെ കൂടെ കൂടി കൈമണി അടിച്ച് വീട് നിങ്ങളങ്ങ് സ്വന്തമാക്കി എടുത്തില്ലേ എന്ന് ചോദിച്ചു. ഭാര്യ മക്കളുള്ള കാര്യം സൂര്യ അങ്ങ് മറന്നും കളഞ്ഞു. ഇനി എന്താ അവർ പെരുവഴിയിലേക്ക് ഇറങ്ങി പോകണമെന്നും ചോദിച്ച് തമ്പി ഇങ്ങനെ ചോദിക്കുക. സൂര്യയുടെ ഭാര്യയും മക്കളെ ഇറക്കി വിട്ട് ഈ വീട് സ്വന്തമാക്കാന്നാണോ ഭാര്യയും ഭർത്താവും കൂടി കരുതി വെച്ചിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് തമ്പി ജാനകിയെ പേടിപ്പിക്കുക. ഇവള് ഭയങ്കര കലിപ്പിൽ നിൽക്കുക. പെട്ടെന്ന് ദേ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. മുത്തശ്ശി അവിടെ വന്ന് നിന്ന് കേൾക്കുക ഒളിച്ചു നിന്ന്. അപ്പോൾ വിൽപത്രമൊക്കെ അവിടെ ഇരിക്കും. ഈ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് പോകണമെങ്കിൽ പരിഹാരം ഒന്നേ ഉള്ളൂ എന്ന് തമ്പി പറയുന്നു. മുത്തശ്ശി ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷയോടെ കേട്ട് നിൽക്കുക കേട്ടോ. വീട് പ്രഭയുടെ പേരിൽ നീ എഴുതി കൊടുക്കണം എന്നിങ്ങനെ ജാനകിയോട് പറയുമ്പോൾ ജാനകി തുറിച്ച് നോക്കുക. ആ സമയത്ത് എന്നും പറഞ്ഞുകൊണ്ട് അപർണ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അമ്മയ്ക്ക് അവകാശപ്പെട്ട സ്ഥലത്ത് മക്കൾക്ക് ജീവിക്കാം, നിങ്ങൾക്കും ജീവിക്കാം എന്നിങ്ങനെ തമ്പി പറഞ്ഞപ്പോൾ, ഇതിനു വേണ്ടിയാണല്ലേ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്? അച്ഛൻ വീതം വെച്ചത് അച്ഛൻ്റെ സ്വത്താ, അല്ലാതെ പാടനിലത്ത് വിശ്വനാഥൻ തമ്പിയുടെ സ്വത്തല്ല എന്ന് തമ്പിയുടെ മുഖത്ത് നോക്കി നമ്മുടെ ജാനകി പറഞ്ഞപ്പോൾ അപർണ അന്തം വിട്ടിങ്ങനെ നോക്കുക. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുവാണേ. ഒരു വീട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഞങ്ങളെ ആരും പഠിപ്പിച്ച് തരണ്ടെന്നും ജാനകി ഇയാളോട് പറഞ്ഞു. പുറത്തുനിന്ന് ആരുടെ ഉപദേശം ഇവിടെ സ്വീകരിക്കുന്നു ഇല്ലാന്നും ജാനകി ഇവരുടെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞില്ലേ. എന്തെങ്കിലും മോഹം നിങ്ങളുടെ മനസ്സിൽ വെച്ച് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നും ജാനകി അങ്ങ് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കേട്ട് അപർണ ഇങ്ങനെ ഭയങ്കര ഇതിൽ നിൽക്കും. മുത്തശ്ശിക്ക് ജാനകി ഇപ്പം അങ്ങ് ബോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രി നിങ്ങളിവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ അഭിയേട്ടനും കണ്ടതാണെന്നുള്ള കാര്യവും ജാനകി അങ്ങ് പറയുന്നു. സമീപനം പാലിച്ചു നിന്നതേ ഇതൊരു മരണവീടായതുകൊണ്ട് മാത്രമാണെന്നും നമ്മുടെ ജാനകി അങ്ങ് പറയുമ്പോൾ, അല്ലാതെ നിങ്ങളെ ഭയന്നിട്ടല്ലെന്നും കൂടെ അങ്ങ് കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ ഒരു വിശ്വാസം എന്തായാലും നിങ്ങൾക്ക് വേണ്ടാന്ന് നമ്മുടെ ജാനകി അങ്ങ് പറഞ്ഞു വെക്കുന്നു കേട്ടോ. അളകാപുരിയിൽ നിന്നേ അച്ഛൻ മാത്രമേ പോയിട്ടുള്ളൂ, ഇവിടെ അല്ലാത്തവരും ഉണ്ടെന്നുള്ള കാര്യവും ജാനകി ഇയാളോട് പറഞ്ഞു. തുടർന്ന് ഈ വീട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. എടി നീ എന്ന് പറഞ്ഞ് തമ്പി വലിയ ആൾ കളിക്കുമ്പോൾ മിണ്ടി പോകരുതെന്ന് പറഞ്ഞ് ജാനകി അങ്ങ് ചെന്നു. നിങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. എപ്പോഴും നിങ്ങളത് ഛർദ്ദിച്ച് വെക്കണ്ട. എന്നെ അംഗീകരിക്കുന്നത് എൻ്റെ ഭർത്താവാ, നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റും എനിക്ക് വേണ്ടാന്നും ജാനകി അങ്ങ് പറഞ്ഞില്ലേ. പിന്നെ ദേ ഈ കുടുംബത്തിൽ കയറി നിങ്ങൾ അഴിഞ്ഞാടുന്നത് ഞാൻ ചെയ്തൊരു തെറ്റിൻ്റെ ശിക്ഷയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ എന്ന് ജാനകി അന്നേരം പറഞ്ഞു. അപ്പോൾ അപ്പൻ മോളെ ഇങ്ങനെ ഒരു നോട്ടം, അതായത് അപർണയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് നമ്മുടെ ജാനകി ഉദ്ദേശിച്ചത്. മുത്തശ്ശിക്ക് അതൊക്കെ അങ്ങ് ബേഷാ ബോധിച്ച് മുത്തശ്ശി ഇങ്ങനെ പൊഴൊക്കെ ഉറുമ്മിപ്പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നിടത്തുന്നതൊക്കെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.